ഗംഭീരമായ ഈ ഒരു വേദിയെ ഇന്ന് സമ്പുഷ്ടമാക്കുന്ന വ്യക്തിത്വങ്ങളെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇന്ന് കടകോത്സവത്തിന്റെ പതാക ഉയർത്തി ഇനിയുള്ള 6 ദിവസങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച രക്ഷാധികാരി ശ്രീ PK മുഹമ്മദ് സാദിഖ് അവരുടെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കയ്യടി എല്ലാവരും. കാരണം ആളുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. കാരണം നമുക്കറിയാം ഇന്ന് തുടക്കം ആയതുകൊണ്ട് ആളുകൾ ഇന്നാണ് ഇത് അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളൂ. അതുപോലെ ഇന്നത്തെ പ്രോഗ്രാം സ്വാഗതം ചെയ്യുന്നത് കടകോത്സവത്തിന്റെ കോർഡിനേറ്റർ ശ്രീ CL പിന്റോ അവരുടെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാളയുടെ നിറസാന്നിധ്യമാണ് അദ്ദേഹം. അതുപോലെ കടകോത്സവത്തിന്റെ ചെയർമാൻ ഇന്നത്തെ അധ്യക്ഷൻ ശ്രീ MP മുഹമ്മദ് റാഫി അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം റിട്ടയർഡ് ക്രൈംബ്രാഞ്ച് SI ആയിരുന്നു. അദ്ദേഹത്തെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതുകയും അതുപോലെ ഒരുപാട് മേഖലകളിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന റാഫിക്കയെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ബാബു അവരുടെ ഏറ്റവും സ്നേഹത്തോടെ ഉദ്ഘാടന കർമ്മത്തിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആശംസകൾ അറിയിച്ച് നമ്മളോടൊപ്പം ഈ 6 ദിവസവും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും ആശംസകളും അർപ്പിക്കുന്നതിനായി മാള IST ഇമാം സൽമാൻ മൗലവി അവരുടെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ മാള ചർച്ച് വികാരി റവറന്റ് ഫാദർ ജോർജ് പാറമേൻ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ പൂപ്പത്തി യോഗക്ഷേമ സമിതി അംഗമായ ശ്രീ KN വിഷ്ണു നമ്പൂതിരി അവരുടെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി നബീസത്ത് ജലീൽ അവരുടെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ മാള ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ശ്രീ MU ബിനിൽ അവരുടെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഈ വാർഡിന്റെ മെമ്പർ ശ്രീ യദുകൃഷ്ണൻ അവരുടെയും ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ ശ്രീ നൌഷാദ് വാളു അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ നമ്മുടെ വൈസ് ചെയർമാൻ നന്ദി പറയുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ നിയാസ് പള്ളിമുറ്റത്തെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പൊ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന കടകോത്സവം 2024 കാര്യപരിപാടി ഉദ്ഘാടന കർമ്മമാണ് നടക്കാൻ പോകുന്നത്. അതിനായി ഇന്ന് നമുക്ക് അറിയാം, മലയാളത്തിന്റെ അക്ഷര കുലപതി നമ്മെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്, നമുക്കെല്ലാവർക്കും ഒന്ന് എണീറ്റ് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് MT വാസുദേവൻ നായർക്ക് നമ്മുടെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് താങ്ക് യു. അതുപോലെ സ്വാഗതം നമ്മുടെ
ആദ്യമായി നമുക്ക് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയ്ക്ക് അല്ലസറിലെ 3 കൊച്ചുമക്കള് ഇവിടെ എത്തിയിട്ടുണ്ട്. 2 പേര്, ഓക്കെ, 2 പേര്. അവരെ നല്ലൊരു കയ്യടി അടിച്ച് നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ഏതൊരു പ്രോഗ്രാമിന്റെയും വിജയം എന്ന് പറയുന്നത് ഈ ഒരു പ്രാർത്ഥനയിലൂടെ തന്നെയാണ്. അവരുടെ പേര് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. പേരെന്താ? അമാൽ ഷാദിന, അമാൽ മിശ്രിയ. അപ്പൊ 2 കൊച്ചുമക്കളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പ്രാർത്ഥനയ്ക്കായിട്ട്. ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ. ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ. നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിൽ ഏകാധിപനേ. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിൽ ഏകാധിപനേ. നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയ മാത്രം, സതതം സഹായമായി തീർപ്പതും തിരുമുൻപിൽ. നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ, നിന്നനുഗ്രഹമാത്രമായോ തൻ മാർഗത്തിൽ. അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗ ഭ്രഷ്ടതൻ വഴിയുമല്ല. പാരം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ. നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. താങ്ക് യു. 2 കൊച്ചുമക്കൾക്ക് നല്ല ഒരു കൈയടി. അതുപോലെ കടവോത്സവം പ്രോഗ്രാമിന്റെ കാര്യപരിപാടിയുടെ സ്വാഗത പ്രസംഗത്തിനായി കോർഡിനേറ്റർ ശ്രീ CL പിന്റോ അവരുടെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്നേഹമുള്ള ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷത വഹിക്കുന്ന ഈശൽ സൺഡേ എന്ന ഗ്രൂപ്പിൻ്റെ, അതുപോലെ തന്നെ കടലോത്സവം എന്ന പരിപാടിയുടെ അധ്യക്ഷനുമായ മുഹമ്മദ് റാഫി അവരുകളെ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന മാള പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബിന്ദു ബാബു അവരുകളെ, ഈ പരിപാടിയുടെ രക്ഷാധികാരിയായ മുഹമ്മദ് സാദിഖ് അവരുകളെ, ആശംസകൾ നേർന്ന് സംസാരിക്കുന്ന മാള ഫൊറോനപ്പള്ളി വികാരിയായ ഫാദർ ജോർജ് പറയമേൽ അവരുകളെ, അതുപോലെ തന്നെ മാള ISTയുടെ ഇമാം സൻമാൽ മൗലവി അവരുകളെ, മാള പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ നബീസത്ത് ജലീൽ അവരുകളെ, അതുപോലെ ആശംസ പറയാൻ കടന്നു വന്നിരിക്കുന്ന നൌഷാദ് വാളൂർ അവരുകളെ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് നന്ദി പറയുന്ന റിയാസ്
പള്ളിമറ്റ അവരെ സ്നേഹമുള്ള നല്ലവരായ നാട്ടുകാരെ, ഈ പരിപാടി ഏറ്റെടുത്ത് നടത്തുവാനും വിജയിപ്പിക്കാനും കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഘടനാ ഭാരവാഹികളെ, സ്നേഹമുള്ളവരെ, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. കാരണം വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് സമയത്തിനനുസരിച്ച് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞാൻ അധികം സംസാരിക്കുന്നില്ല. സ്വാഗതം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ ഈശൽ സൺഡേ എന്ന പരിപാടി എന്ന് ഉദ്ദേശിക്കുന്നത് നന്നായി പാടുന്നവരെയും പാടാത്തവരെയും കൊണ്ടുവന്ന് ഈ നാടിൻ്റെ നല്ല ഗാനം ആലപിക്കുന്ന വ്യക്തികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ്. കഴിഞ്ഞ കുറേ മാസങ്ങളായി എല്ലാ ഞായറാഴ്ചകളും ഇതിൻ്റെ ഓഫീസിൽ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ നടക്കുന്ന ഈ പാട്ട് വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈശൽ സൺഡേ കടലോത്സവം എന്ന പരിപാടിയായി ഇന്ന് മാളയിൽ മുന്നോട്ട് വന്നിരിക്കുന്നത്. കലാകാരന്മാരെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ഇവിടുത്തെ നിവാസികളെയും ജനങ്ങളെയും സംബന്ധിച്ച് ഏറ്റവും നല്ല ഒരു പരിപാടിയാണിത്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരിലുമാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് എൻ്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യമായിട്ട് ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ മുഹമ്മദ് റാഫി, നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം തന്നെ ഇല്ല എന്നെനിക്കറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, അദ്ദേഹം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒരു റിട്ടയേർഡ് SI ആണ്, ക്രൈംബ്രാഞ്ചിൽ നിന്ന് റിട്ടയേർഡ് SI ആണ്. സർവീസിൽ നിന്ന് പോന്നിട്ട് അധികം നാളായിട്ടില്ല. ഈ കുറച്ച് സമയത്തിനുള്ളിൽ ഈ സൺഡേ ഈശൽ എന്ന പരിപാടിക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടാതെ കഴിഞ്ഞ മാസത്തിൽ 1-2 മാസങ്ങൾക്ക് മുമ്പായിട്ട് നമ്മൾ മാള ടൗണിൽ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് മാള ടൗണിലൂടെ ഘോഷയാത്ര നടത്തി വിജയിപ്പിച്ച ഒരു വ്യക്തിയും കൂടിയാണ്. എനിക്ക് തോന്നേ അദ്ദേഹത്തിൻ്റെ ഈ കാൽവെപ്പ് ഇനിയും ജനങ്ങളുടെ ഇടയിലേക്ക് സേവനം ചെയ്യാനായിട്ട് ഉള്ള മനസ്ഥിതിയുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഏറ്റവും നല്ല രീതിയിൽ സ്നേഹത്തോടെ നിങ്ങളേവരും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ആണ്. നിങ്ങൾക്കറിയാം, മേഡം വാർഡ് മെമ്പറായി, വൈസ് പ്രസിഡന്റായി, പഞ്ചായത്ത് പ്രസിഡന്റായി, ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നാളത്തെ സേവനങ്ങളും അതുപോലെ ത്യാഗങ്ങളും ജനങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചുകൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വികസനം കാഴ്ചവെക്കുന്ന നമ്മുടെ മാള പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ബാബു അവർക്ക് ഈശൽ സൺഡേ എന്ന പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഈ പരിപാടിയിൽ ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള മാളപ്പള്ളി ഫൊറോന വികാരി ജോർജ് പ്രേമാണ്. നിങ്ങൾക്കേവരും അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. കാരണം അദ്ദേഹം പിതാവ് എന്ന് പറയുന്നത് ബിഷപ്പിൻ്റെ പ്രത്യേക നിയമനപ്രകാരമാണ്, അതായത് പ്രത്യേക ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ മാള ഫൊറോന പള്ളി വികാരിയായിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ ദൗത്യം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാള സെന്റ് ആനി സ്കൂൾ വളരെ പഴക്കഞ്ഞ സ്കൂളാണ്. ആ സ്കൂളിനെ പൊളിച്ച് പുതിയൊരു സ്കൂളാക്കി മാറ്റാനായിട്ട് പിതാവ് പ്രത്യേകം നിയമിച്ച ഒരു പുരോഹിതനാണ്. മാത്രമല്ല അദ്ദേഹം ഇരിഞ്ഞാലക്കുട കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മാനേജറായിരുന്നു. കൂടാതെ അദ്ദേഹം സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഡയറക്ടറുമായിരുന്നു. അത്രയും കഴിവുള്ള പ്രഗത്ഭനായ
ഒരു പുരോഹിതൻ ഈശ്വര പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും ബഹുമാനത്തോടു കൂടി ഞാൻ ഇവിടേക്ക് സഹർഷം സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ മാള ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന മാള IST ഇമാം സൽമാൻ മൗലവിയാണ്. അദ്ദേഹം നല്ലൊരു വാഗ്മിയാണ്, അദ്ദേഹം നല്ലൊരു മതപണ്ഡിതനാണ്. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സുദീർഘമായ സേവനവും അതുപോലെ ജനങ്ങളെയും വിശ്വാസികളെയും ഒരുമിച്ച് സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അദ്ദേഹത്തെ ഞങ്ങളെല്ലാവരും കൂടി ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു. നിങ്ങൾക്കറിയാം, ഈ പരിപാടിയുടെ രക്ഷാധികാരിയായ മുഹമ്മദ് സാദിഖ് അവർകൾ നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന അല്ലെങ്കിൽ മാളപ്പള്ളിപ്പുറത്ത് താമസിക്കുന്ന അദ്ദേഹമാണ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഞങ്ങൾക്കായിട്ട് കുറച്ച് പരിചയമുള്ളൂ, നിങ്ങൾക്ക് സുപരിചിതരാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ സേവനം ഈ പരിപാടിയിലേക്ക് മുതൽക്കൂട്ടാണ്, അത് ഞങ്ങൾ മറക്കുകയില്ല. ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പരിപാടിയിലേക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന മാള പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നബീസത്ത് ജലീലാണ്. നിങ്ങൾക്കറിയാം, ശ്രീമതിയുടെ വീട് മാരക്കാടാണ്. മാരക്കാട് നിന്ന് തെരഞ്ഞെടുത്ത വ്യക്തി കൂടിയാണ്. മാള പഞ്ചായത്തിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ കാണാം, വൈകിട്ട് 5 മണിക്കും 5 മണിക്ക് ശേഷവും കാണാം. രാത്രിയല്ല പറഞ്ഞേ, ഒരു 6 മണി വരെ ശ്രീമതിനെ കാണാം. എനിക്ക് നല്ല സുപരിചിതിയാണ്, നിങ്ങൾക്കും സുപരിചിതിയാണ്. എന്തായാലും നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ സാന്നിധ്യവും സഹായവും നമുക്ക് ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശ്രീമതിയെ ഏറ്റവും നല്ല ബഹുമാനത്തോടുകൂടി ഈ വേദിയിലേക്ക് അല്ലെങ്കിൽ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു. അടുത്തതായിട്ട് നൗഷാദ് വാളൂരാണ് ആശംസ പറഞ്ഞ് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ എനിക്ക് നേരത്തെ കൂട്ടി അറിയാം, നിങ്ങൾക്കറിയാം. നല്ലൊരു സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ്. ഏറ്റവും സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു ആശംസ പറയുന്ന പൂപ്പത്തി യോഗക്ഷേമ പ്രസിഡന്റ്, അദ്ദേഹം വൈകിയാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹം KN വിഷ്ണു നമ്പൂതിരി. അദ്ദേഹം മാളയിൽ സാധം പറഞ്ഞിട്ടില്ല. അദ്ദേഹം മാളയിൽ വളരെ നാളുകൾക്ക് മുമ്പ് കച്ചവടക്കാരനായിട്ട് കടന്നു വന്നിരുന്ന വ്യക്തിയാണ്. ഇപ്പോൾ നമുക്ക് എന്താ പറയാ, മാളയിൽ അത്രയധികം കാണപ്പെടുന്നില്ല. അദ്ദേഹം പൂപ്പത്തിൽ തന്നെ ഒതുങ്ങി നിൽക്കുകയാണ്. എന്തായാലും നമ്മുടെ ക്ഷണപ്രകാരം ഈ വേദിയിലേക്ക് കടന്നു വന്നതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അദ്ദേഹത്തെ നിങ്ങളേവരും പേരെ ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ പരിപാടിയിൽ നന്ദി പറയുന്നത് നമ്മുടെ ഈശൽ സൺഡേ എന്ന സംഘടനയുടെ അല്ലെങ്കിൽ കടലോത്സവത്തിന്റെ ഭാരവാഹിയായ നിയാസ് പള്ളിമുറ്റത്താണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഞാൻ കണ്ട് ഞെട്ടുകയാണ്. കാരണം രാപ്പകലില്ലാതെ ഇയാളെ ഭക്ഷണം പോലും കഴിക്കാതെ മാറ്റിവെച്ചുകൊണ്ട് ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നുണ്ട്. എന്തായാലും ഈ 6 ദിവസം ഇവരൊക്കെ പൂർണ്ണമായ സഹകരണം എന്തായാലും നിങ്ങളുടെ കൺമുമ്പിൽ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സാധിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹമുള്ളവരെ, അവസാനത്തെ ഒരു സ്വാഗതമാണ്. ഈ പരിപാടിയിലേക്ക് സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ പരസ്യം തന്നും സഹായിച്ച വ്യക്തികൾ ഇവിടെ എത്തിച്ചേർന്നുണ്ട്. ഈശ്വൽ സന്ധ്യയുടെ പേരിൽ അവരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ മറക്കാൻ പറ്റാത്ത വ്യക്തികളാണ്. ഈ പരിപാടിയുടെ എല്ലാ വിജയത്തിനു വേണ്ടിയിട്ടും ആദ്യം തൊട്ട് അവസാനം വരെ പണിയെടുത്ത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി കടന്നു വന്നിരിക്കുന്ന ഈശ്വൽ സൺഡേ ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഈ പരിപാടി വിജയിപ്പിക്കാനായിട്ട് നന്നായി ആഘോഷിക്കാനും ഈ വിരുന്ന് ആസ്വദിക്കാനും വന്നിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
താങ്ക് യു ശ്രീ CL പിന്റോ. ഇനി കടകോത്സവത്തിന്റെ ചെയർമാൻ അധ്യക്ഷൻ ശ്രീ MP മുഹമ്മദ് റാഫി അവരുടെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ബാബു, നമ്മുടെ രക്ഷാധികാരി PK മുഹമ്മദ് സാദിഖ്, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കാൻ എത്തിയിരിക്കുന്ന സൽമാൻ മൗലവി IST ഇമാം, റവറൻഡ് ഫാദർ ജോർജ് പാറമേൽ വികാരി മാള ചർച്ച്, ശ്രീ KN വിഷ്ണു നമ്പൂതിരിപ്പാട് ഭൂപതി യോഗക്ഷേമ സഭ, ശ്രീ നൌഷാദ് വാളൂർ, നിന്റെ സംഘാടകരായ നിയാസ് പള്ളിമുറ്റത്ത്, നല്ലവരായ നാട്ടുകാരെ, ഇഷൽ സൺഡേ എന്താണ് ഇഷൽ സൺഡേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇവിടുത്തെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു റൂം വാടകയ്ക്കെടുത്തുകൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലും പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഏതോ കാലങ്ങളിൽ പാട്ട് പാടിയിരുന്നവർ ഇപ്പോൾ ഈ റൂമിൽ വന്നിരുന്നു കൊണ്ടാണ് പാടുന്നത്. ആ പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ പഴയകാല ഗായകരെ പോലും കവച്ചു വെക്കുന്ന പാട്ടുകളാണ് നമ്മളെ കുടുംബനാഥന്മാരും നാഥകളും ഇവിടെ പാടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളെ കുട്ടികൾ, ഈ പാട്ട് പാടുന്ന കുട്ടികൾക്ക് മാളയിൽ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും മാളയിൽ ഒരു ചെറിയ പ്രോഗ്രാം നടത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ തുടക്കമിട്ടത്. ഇതിന്റെ മീറ്റിങ്ങിലേക്ക് 2-3 പ്രാവശ്യം വിളിച്ചെങ്കിലും നിങ്ങൾ തന്നെ പരിപാടി നടത്തിക്കോളാൻ ഞാൻ അവരോട് പറഞ്ഞത്. അവരുടെ നിർബന്ധപൂർവമാണ് ഈ പരിപാടി കോർഡിനേറ്റ് ചെയ്യുവാൻ ഞാൻ സന്നദ്ധനായത്. നമുക്കറിയാം, മാള പഞ്ചായത്തിന്റെ ഈ കടവ് എത്ര സുന്ദരമായ കടവാണിത്. ഈ കടവ് കുറച്ചു കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാട് പിടിച്ച് ഒന്നിനും പറ്റാത്ത രീതിയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു മുസ്ലിസിന്റെ പദ്ധതികൾ വന്നുകൊണ്ടിരിക്കുന്നു, അടുത്ത് വരാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ നാടിന്റെ ഈ പ്രദേശത്തെ ആളുകളെ ഒത്തൊരുമിപ്പിച്ച് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നുകൂടാ എന്നൊരു തീരുമാനത്തിലാണ് നമ്മൾ ഈ പരിപാടി തുടക്കം കുറിച്ചത്. നമുക്കറിയാവുന്ന പോലെ നമ്മൾ തൊട്ടടുത്ത പഞ്ചായത്തുകളൊക്കെ തന്നെ ഇത്രയും സൗകര്യമില്ലാത്ത സ്ഥലങ്ങളില് ഒരു കുളമാണെങ്കിൽ ആ കുളത്തിന് ചുറ്റും കുറച്ച് നക്ഷത്രങ്ങൾ ഇട്ടതെങ്കിലും എത്ര സുന്ദരങ്ങളായ പരിപാടികളാണ് ഓരോ ഗ്രാമത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നാം കാണുന്നു. നമ്മുടെ നാട്ടിലെ ആളുകൾക്ക്, നമ്മുടെ കുടുംബക്കാർക്ക് ഒത്തുചേരാനും ആഘോഷിക്കാനും ആസ്വദിക്കാനും ഒരു അവസരം ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. മറ്റൊരു കാര്യം കൂടി, നമ്മുടെ ക്യാപ്ഷൻ ലഹരി വിമുക്ത 2025 എന്നാണ്. നമ്മൾ പത്രത്തിൽ വായിക്കുന്നു, ക്രിസ്മസ് ആഘോഷങ്ങളില്, ന്യൂ ഇയർ ആഘോഷങ്ങളില് ക്രിസ്മസ് കേക്കിനോടൊപ്പം, ക്രിസ്മസ് പലഹാരങ്ങളോടൊപ്പം നമ്മുടെ കൊച്ചു മക്കളുടെ കൈകളിൽ നിന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളെ കുറിച്ചെല്ലാം നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നലത്തെ ക്രിസ്മസിന്റെ 24-ാം തീയതി പത്രത്തില്
നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, 2 ചെറുപ്പക്കാരെ പിടിച്ചത് വലിയൊരു പൊതിയുമായിട്ടായിരുന്നു. അവർ കൊണ്ടുവന്നത് ഈ നാട്ടിലെ സിനിമാ താരങ്ങൾക്ക് വിതരണം ചെയ്യാനാണ്, നമ്മുടെ മക്കൾക്ക് വിതരണം ചെയ്യാനാണ്. കൊച്ചിയിലേക്കാണ് കൊണ്ടുവന്നത്. നമ്മുടെ മക്കളെ കൊച്ചിയിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ പറഞ്ഞയക്കാതെ നമ്മുടെ നാട്ടിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇതിന്റെ പ്രോഗ്രാം കമ്മിറ്റി തുടക്കം കുറിച്ചത്. നിങ്ങൾക്കറിയാം, വളരെ ബുദ്ധിമുട്ടിക്കൊണ്ടാണ്, നിങ്ങളോട് അറിയിക്കാതിരിക്കാൻ വയ്യ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, സാമ്പത്തികമായി ഒന്നുമില്ലാത്ത ഓട്ടോറിക്ഷ തൊഴിലാളികൾ മുതൽ കൂലിത്തൊഴിലാളികൾ വരെ ഒന്നുമില്ലാത്ത കുട്ടികളാണ്, ഒന്നുമില്ലാത്ത ചെറുപ്പക്കാരാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇവർ ഈ സംഘടിപ്പിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ടി ഓരോ കടകളിലും ചെല്ലുമ്പോൾ, വലിയ വലിയ മുതലാളിമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ, അവിടെ പെരുമാറ്റം കാണുമ്പോൾ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് എന്തിനോ വേണ്ടി ചെല്ലുന്ന ഒരു അനുഭവമാണ് നമുക്കുണ്ടാകുന്നത്. വളരെ കാര്യമായിക്കൊണ്ട് ഞങ്ങൾ പറയുന്നു, നമ്മൾ ഈ സന്ദർഭമായിട്ട് ഞങ്ങൾ സമീപിച്ച 2 വ്യക്തികളാണ് ഞങ്ങൾക്ക് ഇന്ന് ഊർജം പകർന്നത്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒന്ന് നമ്മുടെ വടമയിലെ മുനാസ് ബാബു എന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ പൈസ എടുത്തു എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകണം, നിങ്ങൾ പേടിക്കേണ്ടതില്ല. രണ്ടാമതായിട്ട് ഞങ്ങൾ സമീപിച്ച തോംസൺ പോളിക്ലിനിക്കിലെ ഉടമയാണ്. സാമ്പക്കീലിനെ ഇവിടെ പരാമർശിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞത്, ഈ നാട്ടില് ഇത്തരത്തിലുള്ള പരിപാടികളാണ് നമുക്ക് വേണ്ടത്, അതുകൊണ്ട് നിങ്ങൾ ധൈര്യപൂർവ്വം മുന്നോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിനുള്ള സഹായങ്ങൾ ചെയ്തു തരാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നതാണ്. അതേപോലെ പലരും നമുക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഞാൻ കൂടുതൽ നീട്ടിപ്പറയുന്നില്ല. ആളുകൾ വരും. ഇതൊരു തുടക്കമാണ്, ഇതൊരു തുടക്കം മാത്രമാണ്. ഒരു തുടക്കം കുറിക്കുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ പരിപാടികൾ, ഈ പ്രോഗ്രാമുകൾ നാളെ ഇത് ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്തും നമ്മുടെ സർക്കാരുകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് വലിയ വലിയ പരിപാടിയിലേക്ക് ഇത് ഉയർന്നു പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഒരു തുടക്കം എന്ന നിലയ്ക്ക് നമ്മുടെ ആളുകൾ വരും. ആളുകൾ കുറഞ്ഞത് കൊണ്ട് നമുക്ക് യാതൊരു വിഷമവുമില്ല. അതുകൊണ്ട് എല്ലാവിധ ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നിങ്ങളുടെ എല്ലാം സഹായ സഹകരണങ്ങൾ നമുക്ക് ആവശ്യമാണ്. പല ആളുകളും, പല കടക്കാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, സമീപിച്ചിട്ടുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വരണം, ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരാമെന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നല്ല ഊർജം സംഭരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. താങ്ക് യു ചെയർമാൻ ശ്രീ MP മുഹമ്മദ് റാഫി. അടുത്തത് നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കടവോത്സവത്തിന്റെ ഉദ്ഘാടന കർമ്മമാണ്. അതിനു മുമ്പ് ദയവ് ചെയ്ത് ആ സൈഡുകളിലും ഇവിടെയൊക്കെ നിൽക്കുന്ന ആളുകള്, ഇവിടെ ഒരുപാട് കസേരകള് ഒഴിഞ്ഞു കിടപ്പുണ്ട്, എല്ലാവരും ഒന്ന് വന്ന് ഇവിടെ ഇരുന്ന് സഹകരിക്കണം. കാരണം നമ്മൾ ഒരുപാട് സംഭവങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. സെൽഫി പോയിന്റുകൾ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ആസ്വദിക്കാനുള്ളതാണ്. അപ്പൊ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ബാബു ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ആദരപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ മഹനീയമായ ചടങ്ങാണ് നമ്മുടെ മാള പഞ്ചായത്തിൻ്റെ മാളക്കടവിൽ ഇന്ന് അരങ്ങേറുന്നതിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന MP മുഹമ്മദ് റാഫി, സ്വാഗതം പറഞ്ഞ CL പിൻഡോ, നമ്മുടെ ഏറെ ബഹുമാനിയായ നമ്മുടെ ഫാദർ ജോർജ് പാറമേൽ, മാള പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി നബീസ് ജലീൽ, വേദിയിലിരിക്കുന്ന നൌഷാദ് വാളൂർ, നിയാസ് പള്ളിമുറ്റത്ത്, PK മുഹമ്മദ് സാദിഖ്, അധ്യക്ഷവേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട നാട്ടുകാരെ, കുട്ടികളെ, ഇതിൻ്റെ സംഘാടകരെ, ഇസൽ സൺഡേ എന്ന് പറഞ്ഞ് ഒരു ദിവസം 2 പേർ എന്നെ കാണാൻ വന്നിരുന്നു. നമുക്കിവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കണമല്ലോ എന്ന്. തീർച്ചയായിട്ടും നമുക്ക് മാളയുടെ ഏറ്റവും ഹൃദയഭാഗത്ത് തന്നെ ഉറങ്ങിക്കിടക്കുന്ന ആ പ്രദേശത്തെ ഉണർത്താനായിട്ട് കുറച്ച് കലാകാരന്മാർ കൂടി ഒത്തുചേർന്നുകൊണ്ട് നമ്മുടെ മാളവള്ളിപ്പുറം വസതിയിൽ വെച്ചായിരുന്നു ഞാൻ കണ്ടത് ഇവരുടെ പാട്ടുകൾ. ഒത്തൊരുമിച്ച് നിന്നുള്ള ആ പാട്ടുകളിലൂടെ ആ സ്നേഹമായ, ആ ഐക്യമായ ആ പ്രദർശനം കാണാനായിട്ട് സാധിച്ചു.
അവിടെ കുറച്ച് അമ്മമാര് ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ഒരു ദിവസം ആ പാട്ടുകളിലൂടെ അവരുടെ നമ്മുടെ മനസ്സിലെ എത്ര ഭാരവും ദുഃഖമുണ്ടെങ്കിൽ ഒരു പാട്ട് കേട്ടിരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ആ മനസ്സിനെ ഉണർത്താനായിട്ട് സാധിക്കും. മാളക്കടവ് എന്ന് പറയുന്നത് ഏറെ അടിഞ്ഞുകൂടി കിടക്കുന്നൊരു പ്രദേശമായിരുന്നു. പക്ഷേ പതിറ്റാണ്ടുകൾക്ക് മുൻപേ ഇവിടെ ബോട്ട് ജെട്ടി അതുപോലെ വഞ്ചി ഒക്കെ പുറപ്പെടുപ്പിച്ചുകൊണ്ട് കോട്ടപ്പുറം ചന്തയിലേക്കും മറ്റു യാത്രകൾ ഇതിലെ പോയിരുന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ ഉണർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇന്ന് മുസ്ലിസ് പദ്ധതിയിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിസ് പദ്ധതി MLA മുഖാന്തരം കഴിഞ്ഞ ബഡ്ജറ്റിൽ 2.5 കോടി രൂപയാണ് ഇതിന്റെ വികസനത്തിനായിട്ട് വന്നേക്കുന്നത്. അതിന്റെ എല്ലാ കാര്യങ്ങളും ഘട്ടഘട്ടമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിലേക്ക് നമുക്ക് പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രദേശം മാളയുടെ മുഖച്ഛായം സിനഗോഗിനെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഒട്ടനവധി പ്രയത്നത്തിന്റെ ഫലമായാണ് അത് കാണാൻ സാധിച്ചത്. ആ സിനഗോഗ് തന്നെ കാണാൻ ഒട്ടനവധി പ്രദേശങ്ങളിൽ നിന്ന് യാത്രക്കാർ, ടൂറിസം പോലുള്ള ജനങ്ങൾ എന്നിവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലും മികവിന്റെ കേന്ദ്രങ്ങളിലേക്ക് നമ്മുടെ മാളക്കടവ് ആക്കാൻ സാധിക്കുമെന്നുള്ള ഉത്തമ ഉദാഹരണമാണ് ഇന്നിങ്ങനെ സംഘടിപ്പിച്ച 6 ദിവസം നീണ്ടു നിൽക്കുന്ന മാളയുടെ ദേശീയോത്സവമായി മാളയെ കടവിനെ ഉത്സവമാക്കി മാറ്റുന്നത്. ഇന്നത്തെ തുടക്കത്തിൽ ആളുകൾ കുറവാണെങ്കിലും ഈ 6 ദിവസം കൊണ്ട് തന്നെ ഇവിടെ ഒരു ഉത്സവ പ്രവാഹി തന്നെ ഒഴുകുന്നത് പോലെ നമുക്ക് തോന്നാനായിട്ട് സാധിക്കും. ഇന്ന് തന്നെ ആ മാളക്കടവ് വന്ന് കണ്ടപ്പോൾ തന്നെ ആ അടിഞ്ഞുകിടുന്ന പ്രദേശത്തെ കൊമ്പും ചില്ലും കാടും എല്ലാം വെട്ടി വൃത്തിയാക്കിയപ്പോൾ തന്നെ നമ്മൾക്ക് അതിലേക്ക് ഇറങ്ങാനുള്ളൊരു ഇഷ്ടമാണ് തോന്നുന്നത്. ആ പ്രദേശം സമൂഹത്തിലേക്ക് ജനങ്ങൾക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മളുടെ ആ കായൽ തീരത്ത് വന്നിരുന്ന് നമുക്ക് സ്നേഹം പങ്കിട്ട് സൗഹൃദം പങ്കിട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അതിൽ ഒത്തുകൂടിയ ആ ഗായികമാരെ നമ്മൾ സ്മരിക്കേണ്ടതാണ്. കാരണം അവരുടെ കൂട്ടായ്മയാണ് ഇത്രത്തോളം എത്തിക്കാനായിട്ട് സാധിച്ചത്. നമ്മൾ എന്തൊരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അത് തുടക്കം കുറിക്കാനാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടേണ്ടത്. ഇന്നതിന് തുടക്കം കുറിച്ചു. നാളുകളിലേക്ക് നമുക്കത് നടത്താനായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത സാഹചര്യത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. ആ മാള കടവോത്സവം വർണ്ണമനോഹരമായി നമുക്ക് നടത്താനായിട്ട് സാധിക്കട്ടെ. അതേപോലെ ഈ 6 ദിവസം നമുക്ക് പങ്കാളിത്തം എല്ലാവരുടെയും ഉണ്ടായിക്കൊണ്ട് തന്നെ മാള പഞ്ചായത്തിന്റെയും മുസ്ലിംസിന്റെയും സൗഹൃദത്തോടുകൂടിയും അവരുടെ അനുമതിയോടുകൂടിയും ഇന്നിങ്ങനെ മനോഹരമായ വേദിയൊരുക്കാൻ സാധിച്ചതിൽ അഭിമാനം തോന്നുകയാണ്. അതിന്റെ സംഘാടകരെ അഭിനന്ദിക്കുകയാണ്. തുടർന്നും നല്ല രീതിയിലേക്ക് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ബാബു വർഗൻ. അടുത്തത് നമ്മുടെ ആശംസകൾക്ക് മുമ്പ് നമ്മൾ ഈ കടവോത്സവവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പാട്ട് മ്യൂസിക്കൽ ആൽബം ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് ലോഞ്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആശംസകൾക്കായി ഒരുങ്ങാം. അതുപോലെ നമ്മൾ ഇന്നെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അല്ലെങ്കിൽ സാംസ്കാരിക നായകന്മാര് എല്ലാവരും അടുത്തടുത്ത ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ കൊണ്ടുവരിക. കാരണം നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഇതില് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അപ്പോൾ 6 ദിവസം ഉള്ളത് കൊണ്ട് ഓരോ ദിവസവും ഓരോ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലുള്ള സാംസ്കാരിക മേഖലകളിലുള്ള ഓരോരുത്തരെയും നമ്മൾ ഓരോ വരും ദിവസങ്ങളിൽ നമുക്കിവിടെ ഉണ്ടാകും. അതുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും നമുക്ക് ഇവിടെ എത്തിക്കാനുള്ള സാഹചര്യം ഇന്ന് ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് പലരും ഒരുപാട് തിരക്കിലാണ്. അപ്പോൾ ഞങ്ങൾ പെട്ടെന്നാണ് ഇത്രയും ഒരു ചാർട്ട് തന്നെ തയ്യാറാക്കിയത്. അപ്പോൾ നമുക്കെല്ലാവർക്കും മാള ഇശൽ സൺഡേ ഗ്രൂപ്പിന്റെ കടവോത്സവം എന്ന പ്രോഗ്രാമിന്റെ കടവ് ഉത്സവം അതിന്റെ ഒരു മ്യൂസിക്കൽ ആൽബം ലോഞ്ച് ചെയ്തതിന് ശേഷം അതിനെക്കുറിച്ചും നമുക്കൊന്ന് നമ്മുടെ വിശിഷ്ട അതിഥികളുമായിട്ട് ഒന്ന് സംസാരിക്കേണ്ടതുണ്ട്. അപ്പം നമുക്കൊന്ന് ലോഞ്ച് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഞങ്ങളുടെ ചെയർമാൻ ലോഞ്ചിങ് ആദരവ് ഒന്ന് കൊടുത്ത്
ഹലോ, നൗഷാദിക, സി നൗഷാദിക, സഗീർ, കാരണം ഞങ്ങള് ഇങ്ങനെയൊരു ഇശൽ സൺഡേയുടെ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് ഞങ്ങളൊരു ഗാനം തയ്യാറാക്കുകയും അത് ഞാനാണ് എഴുതിയത്, ഇൽസുൻ മാള. അതുപോലെ ഇതിന് മ്യൂസിക്കും സിംഗും ചെയ്തിരിക്കുന്നത് ജിബിൽ ചന്ദ്രനാണ്. അതുപോലെ ഇതിന്റെ DOP ഇതിന്റെ മൊത്തം നമ്മളെ പകർത്തി നമ്മളിലേക്ക് എത്തിച്ചിരിക്കുന്നത് നമ്മുടെ ഗിന്നസ് സുധീർ. അതുപോലെ ഈ ഒരു മ്യൂസിക്കൽ ആൽബം സംവിധാനം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം CA നൗഷാദിക്കയാണ്. ഈ കടവോരത്ത് കളിച്ചു വളർന്ന അദ്ദേഹത്തിന്റെ കണ്ണിലൂടെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു കടവോത്സവത്തിന്റെ മ്യൂസിക്കൽ ആൽബം ആസ്വദിക്കാൻ പോകുന്നത്. അദ്ദേഹം നമുക്കറിയാം ഒരുപാട് ചിത്രങ്ങളിലൂടെയൊക്കെ നമ്മളെ സംവിധായകനാണ്. അതുപോലെ ഈ അടുത്ത് ആൻഡപ്പന്റെ ജോസുട്ടി എന്ന് പറയുന്ന ഒരു നമുക്ക് എല്ലാവരും കണ്ട ഒരു ആൽബത്തിന്റെ സംവിധായകൻ കൂടിയിട്ടാണ് അദ്ദേഹത്തെയും നമ്മൾ ഇത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് നൽകി. ചെയർമാൻ MP മുഹമ്മദ് റാഫി ആദരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യം. ഇനി നമുക്ക് ആ പാട്ട് ഒന്ന് ആസ്വദിച്ചിട്ട് നമുക്ക് അടുത്ത ആശംസകളിലേക്ക് പോകാം. കാരണം എല്ലാവരും തിരക്കുള്ള ആളുകളാണ്. അപ്പൊ അവര് എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് അവരുടെ അഭിപ്രായം. കസേര നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സൈഡിലേക്ക് മാറ്റിയിടാം. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ആൽബം ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ പോരായ്മകളോ മറ്റുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ ഈ ഒരു ആൽബം നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഇത് ലോകത്തിൻ്റെ നെറുകയിലേക്ക് നിങ്ങൾ തന്നെ ഇത് ഷെയർ ചെയ്ത് വിജയിപ്പിക്കണമെന്നും അപേക്ഷിക്കുന്നു. ദേവിക്കിനായി കുടപോലെ വിരിഞ്ഞു നിൽക്കണമരമുണ്ടേ, മതിരാശിമരമുണ്ടേ. ആ മരത്തിൻ ചോട്ടിലും കൂട്ടുകൂടി ഞങ്ങളെത്താറുണ്ടേ. പിന്നെ കൂട്ടുകൂടി പാട്ട് പാടാ നിങ്ങൾ പോരുന്നോ ചങ്ങാതി. കടലിന്റെ മതിരാശിമരമുണ്ടേ, ആ മരത്തിൻ ചോട്ടിലും കൂട്ടുകൂടി ഞങ്ങളെത്താറുണ്ടേ. പിന്നെ കൂട്ടുകൂടി പാട്ട് പാടാ നിങ്ങൾ പോരുന്നോ ചങ്ങാതി. പാട്ടുകൾ പാടാൻ കിളിമേലെ പല പല കിളികളും മുന്നിൽ കൂട്ടിനാ. മൂളി പാട്ടുകൾ പാടാൻ കിളിമേലെ പല പല കിളികളും മുന്നിൽ കൂട്ടിനാ. ആറ്റുവൻ
പിറന്നൊരിടമാണേ, പണ്ട് സൗഹൃദങ്ങൾ പിറന്നൊരിടമാണേ, സൗഹൃദങ്ങൾ പിറന്നൊരിടമാണേ. കടവിൻ്റെ ദിക്കിലായി കുട പോലെ വിരിഞ്ഞു നിൽക്കണ മരമുണ്ടേ, മതിനാള ശിവരമുണ്ടേ. ആ മരത്തിൻ ചോട്ടിൽ കൂട്ടുകൂടി ഞങ്ങളെത്താറുണ്ടേ, പിന്നെ കൂട്ടുകൂടി പാട്ട് പാടാൻ നിങ്ങളും പോരുന്നോ ചങ്ങാതി. പൂത്തുനിൽക്കും പൂമരത്തിൽ നൂറ് നൂറ് വർണ്ണ നിറങ്ങളുണ്ട് കാണുവാൻ. പൂത്തുനിൽക്കും പൂമരത്തിൽ നൂറ് നൂറ് വർണ്ണ നിറങ്ങളുണ്ട് കാണുവാൻ. കടവിൻ്റെ കടവത്താൽ തോണിയേറി, കടവിൻ്റെ കടവത്താൽ തോണിയേറി പോകാം കൊച്ചിക്കായലിൻ്റെ തീരത്തെത്തിടാം, കൊച്ചിക്കായലിൻ്റെ തീരത്തെത്തിടാം. കടലിൻ്റെ ദിക്കിലായി കുട പോലെ വിരിഞ്ഞു നിൽക്കണ മരമുണ്ടേ, മതിനാള ശിവരമുണ്ടേ. ആ മരത്തിൻ ചോട്ടിൽ കൂട്ടുകൂടി ഞങ്ങളെത്താറുണ്ടേ, പിന്നെ കൂട്ടുകൂടി പാട്ട് പാടാൻ നിങ്ങളും പോരുന്നോ ചങ്ങാതി. കടവിനൊരു ചരിത്രമുണ്ടേ, അവിടുന്നൊരു ഉത്സവമുണ്ടേ, കടവോത്സവം, കടവോത്സവം, നമ്മുടെ കടവോത്സവം. ഇനി ആശംസകൾ അർപ്പിക്കുന്നതിനായി IST ഇമാം സൽമാൻ മൗലവി അവരുടെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങൾ, അതുപോലെ എൻ്റെ മുന്നിൽ സദസ്സിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ, അതുപോലെ ഈ കൂട്ടായ്മയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന നല്ലവരായതിൻ്റെ സംഘാടകർ, ഈ ഒരു കൂട്ടായ്മയെ ദൈവം വലിയ വലിയ കലാകാരന്മാരെ വാർത്തെടുക്കുന്ന ഒരു കൂട്ടായ്മയായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നാടിൻ്റെ, അല്ലെങ്കിൽ മാള എന്ന നാടിലെ ഒരു ചെറിയൊരു കൂട്ടായ്മയാണ് ഇശൽ സൺഡേ എന്നുള്ളത്. ഈ സദസ്സിൽ നോക്കിയാൽ മനസ്സിലാകും ഈ നാടിൻ്റെ ഐക്യവും അതുപോലെ തന്നെ പ്രത്യേകതയും. വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട വ്യത്യസ്തമായ സ്ഥാനങ്ങൾ അലങ്കരിക്കപ്പെടുന്ന വ്യത്യസ്തമായ വ്യക്തിത്വങ്ങൾ. ഈ സദസ്സ് നോക്കിയാൽ ഇതൊരു പ്രത്യേക മത വിഭാഗത്തിന്റെ പരിപാടിയല്ല, മറിച്ച് നമ്മുടെ നാടിന്റെ പരിപാടിയാണ്. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. നല്ല നല്ല സൗഹൃദങ്ങൾ, നല്ല നല്ല ബന്ധങ്ങൾ ജാതിമത ഭേദമില്ലാതെ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ കൂട്ടായ്മയുടെ ലക്ഷ്യവും. തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ താൻ വയറു നിറയെ ഭക്ഷണം കഴിക്കൽ യഥാർത്ഥ ഒരു വിശ്വാസിയായി തീരുകയില്ല എന്ന് നബിതങ്ങൾ, പ്രവാചകൻ മുഹമ്മദ് നബി പറയുന്നു. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് യേശുക്രിസ്തു പറയുന്നു. അതുപോലെ തന്നെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്ന് ശ്രീനാരായണ ഗുരുവും പറയുന്നു. മതം മനുഷ്യനെ ക്രൂരനാക്കുക അല്ലെങ്കിൽ ക്രൂരതയിലേക്ക് കൊണ്ടെത്തിക്കുക എന്നതല്ല, മറിച്ച് മതം എന്നത്
ഒരു മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കി തീർക്കുക എന്നതാണ് മതം, ഏത് മതമാണെങ്കിലും പറയുന്നത്. ശരിക്കും ഈ സദസ്സ് കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്നത് ഇവിടെ ഒരു മതത്തിൻ്റെയും പേര് പറയുന്നില്ല, മറിച്ച് മനുഷ്യന്റെ പരിപാടിയാണ്. നല്ല നല്ല മനുഷ്യന്മാരെ വാർത്തെടുക്കുക, കലാകാരന്മാരെ വാർത്തെടുക്കുക എന്നതാണ് ഈ പരിപാടി ലക്ഷ്യം എന്ന് അറിയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. ദൈവം ഈ സദസ്സിനെ അങ്ങനെ ഒരു നല്ല സദസ്സാക്കി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും. താങ്ക് യു സൽമാൻ മൗലവി. അടുത്തത് ആശംസകൾ അർപ്പിക്കുന്നതിനായി മാള ചർച്ച് വികാരി റവറൻഡ് ഫാദർ ജോർജ് പാറമേൻ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലെ ഏറ്റവും വിശിഷ്ടരായ അതിഥികളെ, മാളയുടെ കലാകാരന്മാര് ഒരുമിച്ചുകൊണ്ടിരിക്കുന്ന സദസ്സിൽ ഇങ്ങനെ വരാനൊരു ഭാഗ്യം ലഭിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആശംസ നേരാൻ ഞാൻ ആഗ്രഹിക്കുക. ക്രിസ്മസ് ഈവ് കഴിഞ്ഞു, ന്യൂ ഇയർ ഈവിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുക. ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെ കൂടിച്ചേരലിൻ്റെയും കൂട്ടിപ്പിടിക്കലിൻ്റെയും ചേർത്ത് പിടിക്കലിൻ്റെയും അവസരങ്ങളാണ്. ഇമാം പറഞ്ഞതുപോലെ മനുഷ്യനിലെ മനുഷ്യത്വമാണ് ഏറ്റവും പരമപ്രധാനം. ഈ മനുഷ്യത്വത്തിൻ്റെ പ്രകാശനമാണ് മതങ്ങൾ പഠിപ്പിക്കുന്നതും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതും. ഇവിടെ എനിക്ക് ഒരേ ഒരു ആശംസയുള്ളൂ. ലൈഫ് ലവ്സ് at you when you are unhappy. Life smiles at you when you are happy. Life salutes you when you make others happy. ഈശൽ സൺഡേ, കടവോത്സവം ഒരു പക്ഷേ സംഘടിക്കപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവരെ എങ്ങനെ നമുക്ക് സന്തോഷിപ്പിക്കാം എന്നുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘാടകരെ നമ്മുടെ ജീവിതങ്ങൾ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. മാള ഗ്രാമം സല്യൂട്ട് ചെയ്യുന്നുണ്ട്. ഞങ്ങളും നിങ്ങളെ സല്യൂട്ട് ചെയ്യുന്നു. നമുക്കൊക്കെ അറിയാം, ഇംഗ്ലീഷ് ആൽഫബറ്റിലെ O എന്ന അക്ഷരം, O എന്ന അക്ഷരം സ്റ്റാൻഡ്സ് ഫോർ ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റി എന്ന വാക്ക് ഇംഗ്ലീഷിലെ യെസ്റ്റർഡേയിൽ കാണാൻ സാധിക്കില്ല, ഇന്നലകളിൽ കാണാൻ സാധിക്കില്ല. പക്ഷേ അത് ടുഡേ, ഇന്നിൽ ഒരു വട്ടം കാണാൻ സാധിക്കും. എന്നാൽ ടുമാറോ, നാളെയിൽ 3 വട്ടം കാണാൻ സാധിക്കും. ഇന്ന് ഒരു പക്ഷേ ശുഷ്കമായ ഒരു സദസ്സായിരിക്കാമെന്ന് ആരും നിരാശപ്പെടണ്ട. നാളേക്ക് അത് ഓപ്പർച്യൂണിറ്റിയായി മാറുമ്പോൾ ത്രൈസാണ് അതിലേക്ക് പ്രവേശനം ചെയ്യുന്നത്. അതുകൊണ്ട് പ്രതീക്ഷ നഷ്ടപ്പെടാതെ പ്രത്യാശയോടെ ഈ കടവോത്സവം ഈ നാടിന് സമർപ്പിച്ച സംഘാടകരെയും ഗായകരെയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും മറ്റ് ഇതിൻ്റെ എല്ലാ പിന്നണി പ്രവർത്തകരെയും മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ട് നന്മ വരട്ടെ എന്നും എല്ലാവർക്കും സന്തോഷം പകർന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവരാൽ സല്യൂട്ട് ചെയ്യപ്പെട്ടെന്നും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു കാര്യം കൂടെ, ഇവിടെ ഇരിക്കുന്ന ആഗ്രഹമുണ്ട്. നിങ്ങൾക്കറിയാലോ ഞങ്ങളുടെ പ്രോഗ്രാം എങ്ങനെയാണെന്ന്. അതുകൊണ്ട് എന്നെ പോകാൻ കൂടെ അനുവദിക്കണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫാദർ.
ആശംസകൾ അർപ്പിക്കാൻ പൂപ്പത്തി യോഗക്ഷേമ സമിതി അംഗം ശ്രീ KN വിഷ്ണു നമ്പൂതിരി അവർകളെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയ്യടി തരണം കേട്ടോ, കാരണം ഇതാണ് നമ്മുടെ പ്രചോദനം. ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, ഈ സദസ്സിലെ സുഹൃതികൾ എന്ന് ഞാൻ പറഞ്ഞത് സത്സംഗത്തിന് വരാൻ സുഹൃതം ചെയ്യണം, ഉജ്ജന്മ സുഹൃതം ഉണ്ടാകണം. അങ്ങനെയുള്ളവർക്ക് ഈ സത്സംഗത്തിൽ പങ്കെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഇന്ന് മണ്ഡലം 41 ആയിരുന്നു. എൻ്റെ കുടുംബക്ഷേത്രത്തിൽ പ്രത്യേക പൂജയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വരാൻ അല്പം നേരം വൈകിയത്. അതിൽ ക്ഷമാപണം പറഞ്ഞുകൊണ്ട് ഈ ഉദ്യമത്തിന് എല്ലാ ഭാവുകങ്ങളും യോഗക്ഷേമ സഭയുടെയും പൂപ്പത്തിയുടെയും എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. ഇത്തരം കൂട്ടായ്മയിൽ മാളയിലെ സാംസ്കാരിക പ്രവർത്തകരെ ആദരിക്കാതെ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാ ദിവസവും അല്ലേ. അതുപോലെ കൃഷിക്കാരെ, നമ്മുടെ നാട്ടിൽ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്കാരം കൃഷിയാണ്. ഉഴുതു വരുന്നവനെ തൊഴുതു നിൽക്കണമെന്നാണ് നമ്മുടെ കാർന്നവന്മാർ പറഞ്ഞിരിക്കുക. അപ്പോൾ നല്ല കൃഷിക്കാരെ, എല്ലാ പഞ്ചായത്തിലെയും വിശിഷ്ട കൃഷിക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ആദരിക്കണം. നല്ല സാംസ്കാരിക പ്രവർത്തകരെ ആദരിക്കണം. മാള എപ്പോഴും മാനവികതയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു രാജ്യമായിരുന്നു. സർവ്വമതങ്ങളും ഒരുമിച്ച് വാഴുന്ന ഒരു സാഹോദര്യ നാടാണ് മാള. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൈകോർത്ത് നിൽക്കുന്ന, ഒരുമിച്ച് രാഷ്ട്രീയ പ്രവർത്തനം, ഇലക്ഷൻ പ്രവർത്തനം നടത്തുന്ന ഒരു നാടാണ് മാള. ആ പാരമ്പര്യം നമുക്ക് ഇത് ചെയ്യണം. വയലാർ പറഞ്ഞതുപോലെ, മനുഷ്യൻ ഞാൻ എന്നിൽ നിന്ന് ആരംഭിച്ചു, മഹത്താം ലോകത്തിൻ ഭാസുര സങ്കല്പങ്ങൾ എന്നിലുണ്ട് ഇന്നേ വരെ ജീവിച്ച സംസ്കാരങ്ങൾ, എന്നിലുണ്ട് ഇനി നാളത്തെ വിടരും സംസ്കാരങ്ങൾ. സഞ്ചരിക്കുകയാണ് ഞാനേവം സയൻസിന്റെ കഞ്ചുകമണിഞ്ഞുകൊണ്ട് ഈ യുഗങ്ങളിലൂടെ. കുതിരപ്പുറത്തു ഞാൻ പഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിരത്തുള്ളിത്തുള്ളി എൻ ചാട്ടവാറിളകുമ്പോൾ ഞടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളമ്പടികൾ പതിയുമ്പോൾ ഈ അണ്ടകടാഹങ്ങൾ. നീലവൻ നീലാകാശം മണ്ഡലത്തിലെ ശുഷ്ക താരകേ വിളറിയ നിൻമുഖം കാണട്ട ഞാൻ. നിന്റെ നാട്ടിലെ നീള തുളസി കൊടിത്തോപ്പിൽ നിന്നു നീ നുള്ളിക്കൂട്ടും പിഞ്ചുവെറ്റിലകളും ചൊവ്വയിൽ വിളയുന്ന ചെമ്പഴുക്കയും വാരിൽ ചെങ്കനൽ ചൂളയ്ക്കുള്ളിൽ നീട്ടിയ ചുണ്ണാമ്പുമായി അമ്പിളി തമ്പാളം നീട്ടിക്കൊണ്ടൊരു വെള്ളി തുമ്പിയെപ്പോലെ നിന്നു നീ മാനത്തു നൃത്തം വെക്കെ സ്വീകരിക്കാറുണ്ടെന്നും ഞാനവ തിരക്കിട്ടു പോകും ഇപ്പോക്കിൻ ചക്രവാളത്തിന്നിട്ടിച്ചു. ആ വയലാർ നമ്മളെ ഇവിടെ മാളക്കാരെ ഇരുന്ന് ആശീർവാദിക്കുന്നുണ്ട് അവിടെ ഇരുന്ന്. അതുപോലെ എല്ലാ സാംസ്കാരിക നായകരെയും ഗുരുനാഥന്മാരെയും കൃഷിക്കാരെയും ഈ വേദിയിൽ കൊണ്ടുവന്ന് ആദരിക്കണമെന്ന ഒരഭിപ്രായം മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഉദ്യമത്തിന് സർവാത്മന എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു തിരുമേനി. അടുത്തത് ആശംസകൾ അർപ്പിക്കുന്നതിനായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി നബീസത്ത് ജലീൽ അവരുടെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം മാള കടവോത്സവം ഉദ്ഘാടനം ചെയ്ത മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ബാബുവിന്റെ അധ്യക്ഷപദം അലങ്കരിച്ച മുഹമ്മദ് റാഫി, വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന മാള നിവാസികളെ, നമുക്ക് ഏവർക്കും സന്തോഷകരമായ ഒരു കാര്യമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിന് പുറകിലൊരു ലക്ഷ്യമുണ്ട്. മാള പഞ്ചായത്തിൽ വന്ന് ഇതിന്റെ സംഘാടക സമിതി കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞപ്പോൾ തന്നെ പഞ്ചായത്ത് പൂർണ്ണമായിട്ടും പഞ്ചായത്തിലെ 20 മെമ്പർമാരും എല്ലാവരും ഒരുമിച്ച് ഉണ്ട്. മാള ഗ്രാമപഞ്ചായത്ത് നല്ല സപ്പോർട്ടോട് കൂടി തന്നെ അത് നമ്മൾ വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുകയും വേണ്ടുന്ന സപ്പോർട്ടുകൾ ചെയ്യാമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തതാണ്. ഒരു ദിവസത്തേക്ക് 31-ാം തീയതിയാണ് പ്രോഗ്രാം നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് അത് മാറ്റി ഒരു 6 ദിവസത്തെ ഒരു മാളയുടെ തന്നെ ഒരു ഉത്സവമാക്കി മാറ്റാൻ വേണ്ടി ഇതിന്റെ പിന്നിൽ സംഘാടക സമിതി തുച്ഛമായ ദിവസങ്ങൾ കൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തീർച്ചയായിട്ടും നമുക്കൊരു ലക്ഷ്യമുണ്ട് ഇതിന്റെ പിന്നിൽ. 2025 ലഹരി വിമുക്ത മാളയാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ മാളയിൽ തന്നെയുള്ള
കുറേ പേര് ഇതിനു വേണ്ടിയിട്ട് പുറകിൽ നിന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ മാള ഗ്രാമപഞ്ചായത്തിൽ ഒട്ടേറെ കലാകാരന്മാരും കലാകാരികളും ഉണ്ട്. തീർച്ചയായിട്ടും അവരെല്ലാവരും കൂടി വൈകുന്നേരങ്ങളിൽ, ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ തന്നെ ഈ ടൗണിലെ ഒരു ചെറിയ മുറിയിൽ അവരുടെ കുറച്ച് കൂട്ടായ്മ ചേർന്ന് പാട്ടുകളും ഒക്കെയായിട്ട് സന്തോഷപൂർവ്വമായി കൊണ്ടിരുന്ന ഒരു റൂമിൽ നിന്നും തുടങ്ങി തീർച്ചയായിട്ടും അത് മാളയുടെ ഒരു ഉത്സവമാക്കി മാറ്റണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നിവിടെ തുടക്കം കുറിച്ചുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ കുറവാണെങ്കിലും തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നമ്മുടെ ആൾക്കാരൊക്കെ ഈ ഒരു സദസ്സിനെ അലങ്കരിച്ചു കൊണ്ട് തന്നെ നിറസാന്നിധ്യം ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ വരും വർഷങ്ങളിൽ നമ്മുടെ മാളയുടെ തന്നെ ഒരു ഉത്സവമായി തീരാൻ ഇന്നത്തെ ഈ മാള കടവോത്സവത്തിന് തീർച്ചയായിട്ടും കഴിയുമെന്നും കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നമ്മൾക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെ നമ്മുടെ വരും വർഷങ്ങളിലും മാളയുടെ പേര് ഇപ്പോൾ തന്നെ മാള നല്ല രീതിയിൽ അറിയപ്പെടുന്നതാണ്. അതോടൊപ്പം തന്നെ മാളയുടെ ഒരു ഉത്സവമായി തന്നെ കടവോത്സവം മാറട്ടെ എന്നും ഡിസംബർ 26 വരും വർഷങ്ങളിലും മാളയുടെ കടവോത്സവമായി നടത്താൻ നമുക്ക് സാധിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ സദസ്സിനും ഈ ഒരു പരിപാടിക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു ചെയർപേഴ്സൺ. അടുത്തത് നമ്മളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി കടവോത്സവത്തിന്റെ രക്ഷാധികാരി ശ്രീ PK മുഹമ്മദ് സാദിഖ് അവരുകളെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, ഒരു ആശംസാ പ്രസംഗത്തിൻ്റെ സാങ്കത്യം ഞാനിവിടെ കാണുന്നില്ല. എങ്കിൽ പോലും എന്നെ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടു വാക്യം സംസാരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ന് മാളയുടെ ഒരു ഉത്സവത്തിൻ്റെ ആരംഭമാണ്. നമുക്കറിയാം, പാരമ്പര്യവും പൈതൃകവും ഒത്തുചേർന്ന കേരളത്തിലെ അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് മാള. അതിലുപരി നാം ഈ പരിപാടി കടവോത്സവം എന്ന് പറഞ്ഞ് നമ്മുടെ ഈ കടവിൽ നടത്തുമ്പോൾ ഈ കടവിന് 1000 കഥകൾ പറയാനുണ്ട്. എൻ്റെ ചെറുപ്പത്തിലെ കാര്യങ്ങൾ ഞാൻ എൻ്റെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ മാളക്കടവ് വളരെ പാരമ്പര്യമായിട്ട് ഇവിടെ ഒരുപാട് വ്യവസായങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ പല കാര്യങ്ങളിലൂടെ നടന്നിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പല ഇവിടെ തടി കൊണ്ടുവന്നിടുന്ന പരിപാടികൾ, എൻ്റെ പിതാവിനൂടെ കടയുണ്ടായിരുന്നു. ആ കടയിലേക്ക് കോട്ടപ്പുറത്ത് നിന്ന് സാധനങ്ങൾ വഞ്ചിയിലെല്ലാം കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ചുവന്ന് ആളുകൾ കടയിലെത്തിക്കുന്ന ഒരു രീതിയാണ് അന്നുണ്ടായിരുന്നത്. കൂടാതെ അതിനു മുമ്പ് നമ്മുടെ ജൂതന്മാർ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഈ കടവിന് അതിൻ്റേതായ ഒരു മഹത്വം ഉണ്ടായിരുന്നു. അതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് മാളക്കടവ് എന്ന് പറയുന്ന ഈ പ്രത്യേക സ്ഥലത്തെ മുസ്രിസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനുള്ളൊരു തീരുമാനമുണ്ടായത് തന്നെ. ആ മാളക്കടവിൻ്റെ പാരമ്പര്യവും പ്രശസ്തിയും ഏറ്റുവാങ്ങിക്കൊണ്ട് ഇശൽ സൺഡേ എന്ന് പറയുന്ന ഈ മഹത്തായ കൂട്ടായ്മ ഒരു പരിപാടി നടത്താൻ തുനിഞ്ഞിറങ്ങിയപ്പോൾ അതിന് ഏറ്റവും യോജിച്ച പേര് കടവോത്സവം എന്ന് തന്നെയാണ്. എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കടവോത്സവം എന്നുള്ള പരിപാടി നമ്മളിവിടെ ആരംഭിച്ചിരിക്കുന്നത്. സർവേശ്വരൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇതേവരെയുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. അതിന് ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ, നമ്മുടെ ഇമാമ സൂചിപ്പിച്ചതുപോലെ, പലരും സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പുറകിൽ ഒരുപാട് അത്യധ്വാനം ചെയ്യുന്ന കരങ്ങളുണ്ട്. അത് ഈ വന്നിരിക്കുന്ന ഓരോരുത്തരും അത് മനസ്സിലാക്കണം. വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളെല്ലാവരും ചെയ്തു തരണം. ഇനിയുള്ള വർഷങ്ങളിൽ നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞ പോലെ മാളയുടെ ഒരു മഹത്തായ മഹോത്സവമായിട്ട് നമുക്ക് ഈ കടവോത്സവത്തിനെ മാറ്റണം. ആ മാറ്റിയെടുക്കാനുള്ള ഒരു ചാലക ശക്തിയായി നിങ്ങളുടെ പിന്തുണ, നിങ്ങളുടെ സഹകരണങ്ങൾ, നിങ്ങളുടെ സഹായങ്ങൾ അതിന് ഉതകുന്ന ഒരു ചാലക ശക്തിയായി മാറും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിന് എല്ലാവരും കൈമൈ മറന്ന് ഇനിയുള്ള കാര്യങ്ങളിൽ
ഇസൽ സൺഡേ എന്ന പ്രസ്ഥാനത്തിനൊപ്പം നിന്നുകൊണ്ട് മാളയിലെ ചുരുക്കം ചില ആളുകൾ, വളരെ ചുരുക്കം വിരലിലെണ്ണാവുന്ന ആളുകൾ, അവരുടെ മനസ്സിൽ തോന്നിയ ചെറിയ ഒരു ആശയമാണ് ഇസൽ സൺഡേ എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവം. അവരുടെ ഒഴിവു സമയങ്ങളിൽ, പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ ഒത്തുകൂടി അറിയാവുന്നവർ പാട്ടുപാടുക എന്ന ഒരു ചെറിയ ആശയത്തിൽ നിന്ന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് മെമ്പേഴ്സ് അതിൽ പങ്കാളികളാവുകയും ഒരുപാട് നല്ല വ്യക്തിത്വങ്ങൾ, ഒരുപാട് കഴിവുള്ള ആളുകൾ അതിൽ വന്നു ചേരുകയും ഇന്ന് അത് വളർന്ന് പന്തലിച്ച് നല്ല ഒരു സംഘടനയായി ഈ ചെറിയ കാലം കൊണ്ട് വളർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതിൽ എനിക്ക് വളരെയധികം കൃതാർത്ഥതയുണ്ട്. അത് ഇനിയും അഭംഗുരം തുടരാൻ ഉള്ള പ്രാർത്ഥന നിങ്ങളിൽ നിന്നുണ്ടാവണം. കൂടുതലൊന്നും ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, നമ്മുടെ പരിപാടികൾ നടക്കാനുണ്ട്. ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ മാത്രം നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു കെ മുഹമ്മദ് സാദിഖ് അവർ. അടുത്തത് ആശംസകൾ അറിയിക്കുന്നതിനായി നൌഷാദ് വാളൂർ അവർ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ റാഫി സാർ, അതുപോലെ തന്നെ ഈ മഹത്തായ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ബിന്ദു ബാബു, സ്റ്റേജിൽ ഉപവിഷ്ടരായിട്ടുള്ള ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള മാളയിലെ പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ ചരിത്രം ഉറങ്ങുന്ന ഈ മാളയിൽ കുറച്ച് ചെറുപ്പക്കാർ, ഞാനടക്കമുള്ള ഈ സൺഡേ ഗ്രൂപ്പ്, അച്ചു ആണ് എന്നെ ഇതിൽ ചേർത്തത്, അഷ്റഫ്, അവരെ പോലുള്ള വളരെയധികം ഇതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ഒരു ലാഭേച്ഛയും പ്രതീക്ഷിക്കാതെ വളരെയധികം രാവും പകലും വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ട് ഇങ്ങനെയൊരു സാംസ്കാരിക ഉത്സവം മാളയിൽ സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ മുക്തകണ്ഠം പ്രശംസിക്കുന്നതിനും അവർക്കും അഭിവാദ്യങ്ങൾ മാത്രം അർപ്പിച്ചുകൊണ്ട് മാളയിലെ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു നൌഷാദ് വാളു. ഈ കാര്യപരിപാടികൾക്ക് ശേഷം മാള ഇസൽ സൺഡേ ഗ്രൂപ്പ് ഒരുക്കുന്ന മ്യൂസിക്കൽ കോമഡി ഷോ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് ഇന്നത്തെ ഉദ്ഘാടന കാര്യപരിപാടികളുടെ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി കടവോത്സവത്തിന്റെ വൈസ് ചെയർമാൻ നിയാസ് പള്ളിമുറ്റത്തവകളെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, നമസ്കാരം. എന്നിൽ അർപ്പിതമായിട്ടുള്ളതൊരു നന്ദി പറയുക ഈ വാക്കാണെങ്കിൽ കൂടിയും ഈ സംഘടനയെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏകദേശം ഒരു 3 മാസത്തെ പ്രായമുള്ള ഒരു കൂട്ടായ്മയാണ് ഈ സംഘടന. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്തരത്തിൽ വലിയ ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതി തയ്യാറാക്കി ഇങ്ങനൊരു പരിപാടി നമ്മൾക്ക് ആസൂത്രണം ചെയ്യണമെന്ന് ആലോചന വന്നപ്പോൾ ഒരുപാട് വേദികൾ ഞങ്ങൾ ആലോചിച്ചെങ്കിൽ കൂടിയും ഈ പൈതൃകം ഉറങ്ങുന്ന ഈ കടവോരത്ത് തന്നെ ഈ പരിപാടി വേണമെന്ന് ഐക്യകണ്ഠേന ഈ കമ്മിറ്റിയിൽ ഒരു തീരുമാനം വരികയും നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണസമിതിയെ നമ്മൾ സമീപിച്ചപ്പോൾ ഇരു കൈയും നീട്ടി ഒരേ മനസ്സോടെ ഇവരെല്ലാവരും നമ്മളോട് ഈ കാര്യത്തോട് സഹകരിക്കുകയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ ഈ നാട്ടിലുള്ള വ്യാപാരികൾ പിന്നെ അതേപോലെ തന്നെ മുസ്ലിംസിൻ്റെ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഇവരുടെ എല്ലാവരുടെയും സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു വലിയൊരു പരിപാടി നമുക്കിവിടെ ഈ പൈതൃകം ഉറങ്ങുന്ന ഈ ചരിത്രം ഉറങ്ങുന്ന ഈ കടവിൽ വെച്ച് നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചത്. ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഈ സംഘടന ഈ നമ്മുടെ ഈ സോങ്ങിൽ പറഞ്ഞതുപോലെ ഈ മദിരാശി മരം പോലെ വളർന്ന് പന്തലിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. പിന്നെ ഈ വേദി പങ്കിട്ട് സംസാരിച്ച ഓരോരുത്തരുടെയും പേര് നമ്മളെടുത്ത് പറയുന്നില്ല.
എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഈ പരിപാടി, ഈ സംഗീത വിരുന്ന് ആസ്വദിക്കാൻ വന്നിട്ടുള്ള എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്